ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെ ഇൻട്രോ എടുക്കാത്തതിന് ഇൻട്രോ നമ്മൾ നേരത്തെ രണ്ടാമത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പത്തനംതിട്ടയിൽ ഒരു ദിവസത്തെ കാഴ്ചകളാണ് ഗൈസ്. പത്തനംതിട്ട എൻ്റെ അമ്മയുടെ നാടാണ്, കോന്നി. അപ്പോൾ ഇവിടുത്തെ ഒരു വൈകുന്നേരം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ, കുറച്ചധികം കാഴ്ചകളുണ്ട്. പണ്ടത്തെ വീടുകളും അമ്മയും ഉപ്പനും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് അധികം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് വീഡിയോസ് ചിലപ്പോൾ ഫുൾ വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഹാഫ് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പാർട്ടായിട്ട് എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഈവനിങ്. ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്, പത്തനംതിട്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ഒരു വൈകുന്നേരം പ്രത്യേകിച്ചില്ല, ജസ്റ്റ് ഒന്ന് അക്കരെ എന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പം അങ്ങോട്ട് പോകണം. പിന്നെന്താ, അവിടെ പോയി അമ്മ വിളിച്ചിട്ടുണ്ട്, അമ്മ അവിടെ ഉണ്ട്. എന്താ കാര്യമെന്ന് അറിയണം, പോകണം. ബാക്കി നമുക്ക് പോകുന്ന വഴികൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. നമുക്ക് ബാക്കി പോയിട്ട് കാണാം. അതിൻ്റെ ഇടിയല്ലേ വെട്ടിയേ പാറമടയിൽ പാറമടയൊക്കെ ഉണ്ട്. പാറമട ഉപ്പുമുളക് സീരിയലിലെ പാറമട അത്ര ഇല്ലെങ്കിലും നമ്മളിതൊക്കെ ചാടി കടന്നു വേണം അപ്പുറത്തോട്ടൊക്കെ ചെല്ലാൻ. ചാടി കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് പറയുന്ന പോലെ. നമ്മളിങ്ങനെ ചാടി കടന്ന് ഈ വഴിയിൽ അപ്പം നമ്മൾ വിചാരിച്ച് ഈ വഴി കൂടെ നടക്കാൻ പേടിയില്ലേ? നമുക്ക് പേടിയൊന്നുമില്ല, നമ്മളിവിടെ ജനിച്ച് വളർന്നുകൊണ്ട് നമുക്ക് പേടിയില്ല. ചേച്ചി ജനിച്ചെങ്കിലും വളർന്നത് ഇവിടെ ആണല്ലോ കുറച്ച്. ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്, പന്തളം. പിന്നെ മുമ്പ് അങ്ങോട്ട് പോയത് എന്താ ജസ്റ്റാണ് ജാതിക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാണും ജസ്റ്റാണ് കേട്ടോ. സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നം വരും, കേൾക്കുമെന്ന് അറിയത്തില്ല. വേണ്ട കാണിക്കാൻ പറ്റുമോ? കുഞ്ഞോടൊന്ന് സൂം ചെയ്ത് നോക്കിയടി. അവിടെ അവിടെ അതെന്താ കണ്ടോ? കണ്ടോ ജാതിക്ക ഉണ്ടോ? നമ്മൾ 2 ജാതിക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ കുറേ ഔഷധ വൃക്ഷങ്ങളൊക്കെ കാണാം. നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് അറിയാത്തതുണ്ട്. പിന്നെ നടക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയത വേണമെങ്കിൽ പറയാം. പക്ഷെ കൊതുവൊക്കെ ഉണ്ട്, കടിക്കുന്നു. കൊതുവാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ പാമ്പ് സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ സൂക്ഷിച്ചൊന്നൊരു സൗണ്ട് കേൾക്കും. ഇത് പണ്ടത്തെ കുളമാണ്. ഇവിടെ പണ്ടൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വരൾച്ച ഇതൊക്കെ വന്നപ്പോഴത്തേന് കുളം അങ്ങ് നശിച്ചു പോയി. പണ്ട് എന്തിനാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്? മറ്റേ പശുവിനെയൊക്കെ കുളിപ്പിക്കാൻ. പണ്ടത്തെ ഒരു കിണറെന്നായിരുന്നു പറയുന്നത്. ഇവിടെയൊക്കെ പലതും പല പേരിലാട്ടോ. ഇവിടെ നമ്മൾ ഇതൊക്കെ വയലായിരുന്നു, പണ്ട് വയലായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് നെല്ലൊക്കെ കൊയ്തുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു. ഇത് ഈ വയലിന് കണ്ടം കേട്ടോ പറയാ. കണ്ടെത്തി കൊയ്യാൻ പോയി. അവൻ പണ്ട് കുറെ കാള ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കി വീഡിയോ നമുക്ക് വീട്ടിലോട്ട് എത്തുന്ന വഴി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇത് നമ്മളിവിടുത്തെ പണ്ടത്തെ ഷീറ്റ് പുര കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇതിപ്പോൾ കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. പണ്ടിവിടെ നമ്മളുടെ റബ്ബറൊക്കെ പാലൊക്കെ അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇത് എളുപ്പ വഴിയാണ്. അല്ലാത്ത വഴി നമ്മൾ നേരെ അങ്ങ് പോയിട്ട് അവിടുന്ന് സ്റ്റെപ്പിൽ കൂടെ പോകുന്നത്. റോഡിൽ കൂടെ വരാം. ഇത് ഞങ്ങളുടെ ഷോർട്ട് കട്ടാണത്. മുകളിൽ അമ്മയുടെ അമ്മമ്മയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് അശരീരിയൊക്കെ കേൾക്കുന്നുണ്ട്. അശരീരികൾ പലതും കേൾക്കുന്നുണ്ട്. ഇവിടെ നേരെ ചെവേ നടന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കിടക്കും. അതൊന്നും കഴിക്കണ്ടോ. ഇവിടെ ഒരു വലിയ ജാതിക്കുണ്ട്. ഇവിടെ കണ്ട പുളിയുണ്ട്, പുളി. പുളി ഇവിടെ ആരോട്ട് ചോദിച്ചാലുണ്ടായിരുന്നു. താഴെയൊക്കെ കാണും, കിടപ്പുണ്ടായിരിക്കും. വിളക്കൊക്കെ എടുത്തോ. നമ്മുടെ
നമ്മുടെ താരം എത്തിയിരിക്കുന്നു. ക്യാമറ വരെ ഇച്ചിരി ഒരു ഇൻട്രോവേർട്ടാണ്. പഴയ കുടുംബ വീട്. ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതെന്തോ കന്നലിക്കൂട്, ഞങ്ങളുടെ നാട്ടിൽ ഇത് എഡിറ്റിഡ് വ്ളോഗ്. ഞാൻ വലിച്ച വെല്ലുമച്ചി. അമ്മ ഈ വീടിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഈ വീടിന് 10-75 വർഷത്തെ പഴക്കം. പണ്ടത്തെ കുടുംബ വീടാണ് ഞങ്ങളുടെ. പണ്ടത്തെ ചായപ്പെന്നൊക്കെ പറയും. ഉണ്ടോ പണ്ടത്തെ ചായപ്പാട്ടോ? അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ എനിക്ക് വേറെ എന്തൊക്കെയുണ്ട് ഒന്നും കേട്ടോ. അതിൻ്റെ മേളിലൊക്കെ വെക്കാറുണ്ട് അറകളെന്നൊക്കെ പറഞ്ഞു. പണ്ടത്തെ അറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നെല്ലൊക്കെ വയല് നെല്ലൊക്കെ വെക്കുന്ന അറ എന്ന് പറയണ്ട നെല്ലൊക്കെ ഇതിനകത്ത് പത്തായം അങ്ങനത്തെ സാധനം അല്ല എന്നെക്കാട്ടി കുറച്ചുകൂടെ വലുതായിട്ട് പണ്ടത്തെ അറ. നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. നീ ജനിച്ചിട്ട് പോയില്ല. ഞാൻ ന്യൂജനായോണ്ടേ. ഇവിടെ ജനിച്ചേ കേട്ടോ. ഓക്കെ. അതിൻ്റെ പണ്ടത്തെ താക്കോല് കണ്ടോ? ഇരുമ്പിൻ്റെ താക്കോല് കണ്ടോ? കാണിച്ചു കൊടുത്തേടി. കണ്ടോ? നമ്മളിന്ന് ആകെ വലിയ പോകുന്ന താക്കോല്. ഇവിടെ പ്രേതമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേന് പണ്ടത്തെ അപ്പൂപ്പന്മാരോട്ടോ ഇവിടുത്തെ. ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ. ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പൂപ്പനെ. ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ അച്ഛൻ. ഇവളുടേതും ഇവിടെ വല്യമ്മയുടെ അച്ഛൻ. എൻ്റെ അമ്മ എവിടെ. ഇത് പണ്ട് അപ്പൂപ്പൻ കിടന്നിരുന്ന റൂമാണ്. പക്ഷെ ഇതൊരു ഹാളായിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. ഇപ്പം തൽക്കാലം ചെറിയൊരു മെയിൻ്റെനൻസ് പണി നടക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും നമ്മളിങ്ങോട്ട് വരാറില്ല. എല്ലാ ആഴ്ചയും വരാറുണ്ട്. അത് റൂമാണ്. റൂമായിട്ട് പണ്ടത്തെ പൂജാമുറിയായിരുന്നു. പണ്ടത്തെ പൂജാമുറിയാണ് ഉണ്ടായത്. പക്ഷേ ഇത് നല്ല ഇളവി ഇരിക്കുകയാണ്. ഏത് നിമിഷം വേണോ കണ്ട ഏത് നിമിഷം വേണോ താഴെ വീണ വ്യവസ്ഥയിലാണ് ഇരിക്കുന്നത്. കുറേ വർഷം പഴക്കം ഉണ്ടായതുകൊണ്ട് 75 വർഷം പഴക്കമാണ്. പണ്ടത്തെ പൂജാമുറിയുടെ അടുത്ത അമ്പലത്തിലേക്കാണ്. ഇതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഒന്ന് താഴെ ഈ വീട് നമ്മൾ വരുന്ന പറഞ്ഞില്ലേ നമ്മൾ 3 ചേട്ടന്മാർ. ഇവർ 3 ചേട്ടാനിമാർ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പറയുന്നത് ഇക്കര വീട് ഇക്കര വീട് താഴെ വീട്. ഇത് മൂത്ത ചേട്ടൻ്റെ വീട്. താഴെ ഒരു വീടുണ്ട്, അത് ഇളയ ചേട്ടൻ. അതിൻ്റെ ഇളയത് താഴെ. അതിൻ്റെ ഇളയത് താഴെയാണ്. ആ ഇളയതിൻ്റെ കൊച്ചുമോളാണ് ഈ ഇരിക്കുന്നത്. അത് തന്നെ. അതിൻ്റെ ഇളയതുണ്ട്, അത് കലഞ്ഞൂര്. ഇവരുടെയൊക്കെ ഇടയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, അത് പുല്ലൂര്. ഇനി ഇത് റൂമാണ്. ഇത് നമ്മൾ കിടക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റൂമാട്ടോ. ഇത് പിന്നെ ഇവിടെ നമ്മൾ കാണിക്കാത്തത് കണ്ടോ വലിയതായിട്ടൊന്നുമില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ ചെള്ളുണ്ട്. കിടക്കാൻ കുറച്ച് ചില നാട്ടിൽ ചെള്ളെന്ന് പറയും, ചില നാട്ടിൽ മുപ്പിളി എന്ന് പറയും. മുപ്പിളി ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ മാമി പറഞ്ഞിട്ട് കേട്ടോ. ചെള്ള ആവശ്യം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ ചെള്ളുണ്ട്. ഇത് വണ്ടനോ എന്നൊക്കെ പറയും, കറുത്ത വണ്ടൻ. ചായപ്പ് ഇത് പഴയ ഒരു അലമാരി കേട്ടോ. ചായപ്പ് കാണിക്കാൻ പറ്റുന്ന അലമാരിയാണ്. ഞങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളെ വീഡിയോ എടുക്കുന്നത്. ഒരു കണ്ണാടി കാണത്തില്ല എന്തായാലും. ചായപ്പ് ഇത് വേറെ റൂമാണ്. പക്ഷെ ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ചായപ്പിലോട്ടും പോവാം. ഇവിടെ എല്ലാ ഏത് റൂമിൽ തന്നെ ചായപ്പിലോട്ടാണ്. പക്ഷേ ഈ റൂമിൽ ചായപ്പ് നടത്താൻ കേട്ടോ. എന്തോ വരുന്നു. ഇവിടെ അമ്മൂമ്മ പാമ്പിനെയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് കാണിച്ചു തരാം. വേറെ സാധനം കാണിച്ചു തരാം. അങ്ങോട്ട് കേട്ടോ. ഹോം ടൂർ എന്ന് പറയുന്നത് ഒരു ഹോം ടൂറായിട്ട് നമുക്കാണെങ്കിൽ വീട് രണ്ടായിട്ട് എഴുത്തില്ല കേട്ടോ. പശു ഇല്ല കേട്ടോ. പശു ആപ്പിന് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു. അപ്പം ഇല്ല. റംബൂട്ടാൻ, മാങ്കുസ്റ്റി, പല പല സാധനങ്ങളുണ്ട്. വെല്ലിച്ചൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കാണാവോന്ന് എനിക്കറിയത്തില്ല. കണ്ട ഗൈസ്, അയാളെ വെല്ലിച്ചൻ കാണുന്നുണ്ട്.
കഴുകുന്ന സ്ഥലം. സെറ്റാക്കി എടുത്ത് പുതിയതാക്കി. ഇത് അടുക്കള. അടുക്കള. അമ്മൂമ്മ കുറച്ച് അലച്ചാതിയാണ്, കാര്യമൊക്കെ ഉണ്ട്. ചായ കുടിച്ചിട്ട് അടി കിട്ടും. അമ്മൂമ്മ സ്പെഷ്യൽ കടിഞ്ചായ ആണ്. മാവ് ഞങ്ങള് പോവാ. ടാറ്റാ. അതിൽ കൂടെ റോഡുണ്ട് കേട്ടോ, നമുക്ക് കാണത്തില്ല. അതിനങ്ങോട്ട് കുറേ സാധനങ്ങളുണ്ട്. ഈ വഴി കുറച്ച് റിസ്ക് ആണ്. നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കുഞ്ഞിനെ പോലെ നടന്നു കയറി ശീലിച്ചത് കൊണ്ട് ഈ വഴി വലിയ പ്രശ്നമില്ല. അപ്പം ഈ ചെറുക്കനൊക്കെ വലിയ വഴികളുണ്ടെന്ന് എന്ത് സാധനമായത്. കുറച്ച് റിസ്കി വഴിയാണ്. ഇവിടുന്ന് അപ്പൂപ്പനൊക്കെ വീണിട്ടുണ്ട് പാലും കൊണ്ട്. അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു 3 പേരാണ്. ഇതിപ്പോൾ മൂത്ത ആളുടെ വീട്, നമ്മളീ പോകുന്ന രണ്ടാമത്തെ ആളുടെ വീട്. കാര്യം ഇവിടെ വെള്ളമില്ല ഗൈസ്, ഒരു ശകലം പോലും വെള്ളമില്ല. അപ്പം ഇവിടെ ഇല്ല, മറ്റേ ഇളയപ്പൂപ്പൻ്റെ വീട്ടിലില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോണ പണി എന്ന് പറയുന്നത് അടുക്കത്തപ്പൂപ്പൻ്റെ വീട്ടിൽ പോകും. കുളിക്കണമെങ്കിൽ അവിടെ പോയി കുളിച്ചാലേ പറ്റൂ, ഇല്ലെങ്കിൽ കുളിക്കണ്ടാണ്. അപ്പം നമ്മൾ കുളിക്കുന്നില്ല. കാര്യം ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ രാത്രി ജസ്റ്റ് എൻ്റെ ദേഹം കഴിയും. വെള്ളം കാണുന്നുണ്ട്. നമ്മൾ തല നനയ്ക്കാറില്ല. ഞാൻ തല ആഴ്ച 2 ദിവസം നനയ്ക്കാറുണ്ട്. കുറേ മിണ്ടായിരുന്നു സൗണ്ട് കേട്ടോ. ചീവീടാണെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് നല്ല ചീവീടുകളുടെ സൗണ്ട് കേൾക്കാം. പിന്നെ നമുക്കവിടെ സ്പെഷ്യൽ ആളെ കാണാറുണ്ട്, കാണിച്ചു തരാം. അതെ, എന്നൊക്കെ ഒരു സ്പെഷ്യലാണ് വ്യക്തി. അതെ, ആളവിടെ ഉണ്ടോ അറിയത്തില്ല. ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതാണ് അവിടോട്ട് പോകാനുള്ള വഴി. നിങ്ങൾ ആളെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ ആൾ എന്താ ഇവിടെ, പിന്നെന്താ ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുനാൾ പോലെ ഞങ്ങളുടെ കുഞ്ഞുനാളല്ല, ആളുടെ കുഞ്ഞുനാൾ എത്ര വയസ്സ് തൊട്ടായി കാണും? അത് ജനിച്ചത് തന്നെ ഇവിടെ. ജനിച്ചത് ഒരു 10 വയസ്സ് മുതൽ ഇവിടെ തന്നെയാണ് നോക്കുന്നതും കിടക്കുന്ന ഒരു വീട് അങ്ങപ്പുറത്താട്ടോ. ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് കുഞ്ഞിലെ മുതൽ ആള് സംസാരിക്കത്തില്ല, ചെവി കേൾക്കത്തില്ല. പക്ഷെ നമ്മളുമായിട്ടൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാര്യം കമ്മ്യൂണിക്കേറ്റ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടല്ല, നമ്മൾ കുഞ്ഞിനെ പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ടെങ്കിലും ചോദിച്ചാൽ അന്ന് വിട്ട് കുഞ്ഞു മെഴുകിപ്പിക്കും. കാര്യം ഒന്നും മനസ്സിലാവും. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ ആള് ഭയങ്കര പാവം കേട്ടോ. പാവാണ്, സ്നേഹത്തോടെ അടിക്കും, അതൊക്കെ ഉള്ളൂ. പിന്നെ ആളുടെ ഒരു മെയിൻ ഇപ്പം നമ്മളെ കാണുമ്പം ബൂഡ്രേ എന്ന് വിളിച്ചാൽ പറയും. ബൂഡ്രേ മീൻസ് നമ്മൾ അവരുടെ ഭാഷയിൽ മക്കളെ എന്ന് വിളിച്ചിട്ട് മോളെ എന്നൊക്കെ ഭയങ്കര കാര്യം കേട്ടോ. നമ്മളൊക്കെ വരുന്നത് തന്നെ ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് മറ്റേ ഇളയപ്പൂപ്പൻ്റെ വീട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറേ നാളായതുകൊണ്ട് എപ്പോൾ വേണോ മഴ പെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായതുകൊണ്ട് ആളെ കണ്ടിട്ടും കുറേ നാളായി. അപ്പം മിക്കവാറും ചെല്ലുമ്പം ഒരടിയും കാണും. ഇടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ രസമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. എനിക്കും കിട്ടും, പേടിക്കണ്ട. ഇവിടെ ഒരു കുഴിയുണ്ട്, ചാടിക്കിടന്ന് വേണം പോവാൻ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചെടിയുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് പുലിയുണ്ട്. ഇവിടെ അധികം വരാറില്ല. പക്ഷെ ഈ പോത്തുപാറ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എനിക്കറിയത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിവിടെ ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കുളമുണ്ട് കേട്ടോ. കുളമൊക്കെ പതുക്കെ കാണിച്ചു തരാം. നാളെ കാണിച്ചു തരാം. കാര്യം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടും എന്നെക്കുറിച്ചെടുത്ത വീഡിയോ ഞാൻ പറയുന്നതാണ്. ഇന്ന് കുളിക്കാൻ വന്നിട്ട് ഇങ്ങനെ എത്തിയിരുന്നു തോന്നുന്നു. ഇതാണ് ചെറിയ അപ്പൂപ്പൻ്റെ വീട്. നമ്മൾ സാറപ്പൂപ്പൻ വിളിക്കും. പുള്ളിക്കാരൻ സാറാട്ടോ. സാറപ്പൂപ്പൻ യഥാർത്ഥ പേര് ഗോപാലൻ നായർ ആണ് നമ്മൾ പറഞ്ഞ വ്യക്തി.
വരുന്നുണ്ട്. ഒരു ഹായ് എന്റെ യൂട്യൂബ് ചാനൽ ഇടണം. ഈ കുടങ്ങിയതാ, നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ല. ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്, പക്ഷെ പട്ടിയില്ല. പട്ടി പണ്ടുണ്ടായിരുന്നു, ടിപ്പു എന്നായിരുന്നു പേര്. ഇവിടെ എല്ലാവർക്കും പേടിയുള്ള പട്ടിയായിരുന്നു കേട്ടോ. പേടിയില്ല, നമുക്ക് പേടിയില്ല. എന്നാലും ആ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് ഇങ്ങോട്ട് തന്നെ നമുക്ക് മൽബറി കാണിച്ചു തരാം ഗേറ്റ്. മൽബറി തിന്നാൻ മൽബറി പച്ചയാ, പച്ച അത്യാവശ്യം ഉണ്ട്. കാണിച്ചു തരാം. കുട എനിക്ക് മഴ വീണ്. ഞാൻ പറിച്ചു തരാം. ഇത് കണ്ട എന്താ മൽബറി ഉണ്ട്, കണ്ട ഗേസ് മൽബറി. അതിങ്ങനെ പിന്നെ അറിയാം, നല്ല ടേസ്റ്റോ. ഗ്ലാസ് നമ്മളിവിടെ ആകുമ്പം സ്ഥിരം ഇതിൻ്റെ മൂട്ടിലായിരുന്നു മൽബറി തീറ്റം. ഇഷ്ടംപോലെ മുല്ലുണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് ഇനി ഒരു കസിൻ സിസ്റ്ററും കൂടെ ഉണ്ട്. ഇപ്പോൾ കണ്ട അപ്പൂപ്പനല്ലേ, അപ്പൂപ്പൻ്റെ കൊച്ചുമോളും നിങ്ങൾ യൂട്യൂബ് വീഡിയോസിൽ കണ്ടു കാണും. ഒരാളും കൊണ്ടുണ്ട്, ആളുടെ പേര് ഗായത്രി എന്നാ. കട്ടായി പോയി. മര്യാദപുരം എന്ന് പറയുമ്പോൾ ഇവിടെ തുറക്കുന്നു. ഇവിടെ കണ്ടല്ലായിരുന്നു ഈ കുട ഇറങ്ങത്തില്ല. മര്യാദ മീൻസ് പത്തനംതിട്ട. ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പോഴാട്ടോ ഈ വഴിയൊക്കെ ഇങ്ങനെ ആക്കിയത്. ഇത് അപ്പൂപ്പൻ്റെ കൃഷിയാണ്, അപ്പൂപ്പൻ്റെ ചെറിയ ചെറിയ കൃഷികൾ. ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും കൃഷിയാണ് കേട്ടോ. ഒരുപാട് എന്താ പറയണ്ടേ, അപ്പുറത്തൊക്കെ വീടാണ്. നമ്മൾ ഇതേപോലെ ഒരു റോഡ് കറങ്ങി ഇറങ്ങുമ്പോൾ അക്കരത്തെ വീടായി. അപ്പുറത്തൂടെ പോയി നമ്മൾ ഇപ്പുറത്തൂടെ പോകും. ഞാൻ കുഞ്ഞിലേ മുതൽ ഇവിടെ അട്ട കിടക്കുന്നത്. ചക്ക എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനിവിടെ കിടക്കുന്നത്. ഇപ്പുറത്തോട്ട് വരാം. വണ്ടിയൊന്നും വരാത്തോണ്ടാണ് നമ്മൾ നടുക്കൂടെ നടക്കുന്നത്. നിങ്ങൾ ചോദിക്കും എൻ്റെ അമ്മയുടെ വീട്ടിൽ കിടക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ചെള്ളാവില്ലേ. രാവിലെ എണീക്കുമ്പോൾ 3-4 ചെള്ള് ചെവിക്കാത്തിരിക്കും. വെറുതെ എന്തിനാ ഡോക്ടറിൻ്റെ പൈസ കൊടുക്കുന്നത്. ഇവിടുത്തെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെടികൾ. നമുക്ക് വീട്ടിനകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുമാത്രം ചെടികളാണ് അമ്മമ്മ നട്ട് വളർത്തിയേക്കുന്നതെന്ന്. നമ്മൾ അമ്മമ്മയുടെ സ്പെഷ്യൽ ABC ജ്യൂസ് കുടിക്കാൻ പോകും. പ്രോട്ടീൻ റിച്ച്. യെസ്, ഹോം മെയ്ഡ് ABC ജ്യൂസ്. ചെടിൻ്റെ ABC ജ്യൂസിന് അരിയില്ല പ്രധാനം. അമ്മൂമ്മയുടെ സ്പെഷ്യൽ ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം കൂടി അരച്ച് ജ്യൂസ്. എവിടെ സ്പെഷ്യൽ ABC ജ്യൂസ്. കുടിച്ചോ. പിടി കുടി. ബാ. വെയിലത്ത് നമ്മൾ അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ജ്യൂസാണ് ഗൈസ്. അങ്ങനത്തെ എല്ലാം ഉണ്ട്. ബീട്രൂട്ടുണ്ട്, ക്യാരറ്റുണ്ട്, നാരങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, കസ്കസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്, നൈസ്. ഇത് ചൂട് സമയത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബോഡി ഒന്ന് കൂളാവും. പക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതാണ്. ഇന്ന് പറ്റുമെന്ന് അറിയത്തില്ല, മാക്സിമം എടുക്കാം. ഒരുപാട് ചെടിയുണ്ട് ഗൈസ്. ഓരോ ചെടിയുടെയും പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ഒരു വലിയൊരു കറ്റാർവാഴ കളക്ഷനുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇവിടുന്ന് കറ്റാർവാഴ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ എൻ്റെ കറ്റാർവാഴ ഒന്നും അവിടെ പൊടിക്കുന്നില്ല ഗൈസ്. കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലതാമ്മയുടെ. നേരത്തെ പറഞ്ഞാൽ നമുക്ക് അമ്മമ്മ ലതാമ്മയ്ക്ക് ഒരുപാട് ചെടി കളക്ഷൻസ് ഉണ്ട്. വെറൈറ്റി ചെടികളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ ഇരിക്കുന്ന പകുതി മുക്കാൽ ചെടികളുടെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇത് ഒരുപാട് ചെടികളുണ്ട്. ആ ചെടികളിലെ പകുതിയും കൂടുതൽ ചെടികൾ അമ്മ ഓൺലൈൻ വഴി വാങ്ങിച്ച് നട്ട് വളർത്തി പരിപാലിച്ചതാണ്. ഒരു ചെടി പോലും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയുണ്ട്. എന്തോ ഓർക്കിഡ് പല ടൈപ്പിലെന്തോ ഓർക്കിഡൊക്കെ ഉണ്ട്. ഓർക്കിഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചെടികളൊക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല. കണ്ടോ, ചിലപ്പം വീഡിയോ ലാഗായിരിക്കും, കുറച്ച് സ്പീഡിലായിരിക്കും വീഡിയോ പോകുന്നത്. ഇതിന് മാക്സിമം എല്ലാം നമ്മളിങ്ങനെ കാണിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ ചെടികളാണ്. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? ശംഖുപുഷ്പം. നീല ശംഖുപുഷ്പമുണ്ട്, വെള്ള ശംഖുപുഷ്പമുണ്ട്. സംഭവം ഇതൊരു ആർച്ച് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പോയി. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്തൊരു സെറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു സെറ്റായിരുന്നു. ഇതിപ്പോൾ ഈ ശംഖുപുഷ്പമൊക്കെ വളർന്നപ്പോഴത്തേന് ഈ ആർച്ച് കാണാനില്ല. അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ ഇങ്ങനെ കയറി കറക്റ്റായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് നല്ലൊരു ഫ്രെയിമാണ്. നല്ലൊരു ഫ്രെയിമായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ ക്രിസ്മസ് ഓണത്തിനൊക്കെ നമ്മുടെ ഫ്രെയിം ഇതായിരുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കണ്ടോ, നമ്മളിപ്പോൾ പല രീതിയിലാണ് ഓരോ നട്ട് വെച്ചേക്കുന്നത്. ഭയങ്കര വെയിലാണ്, നല്ല വെയിലുണ്ട്. എല്ലാവരും സൺസ്ക്രീമൊക്കെ ഇട്ട് പുറത്തിറങ്ങുക. അതെ, അതാണ് പറയാനുള്ളത്. സൺസ്ക്രീനും കൊണ്ടൊന്നും ഒരു ഇതില്ല. എന്നിരുന്നാലും മാക്സിമം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ് ഞങ്ങൾ രണ്ടെണ്ണം ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ എണീറ്റിരിക്കുന്ന കോലം. ഇതൊരു സെറ്റ് ഓഫ് തുളസികളുണ്ട്. ഇവിടെ ഒരു തെങ്ങുണ്ട്, അതിൻ്റെ മാനമുട്ടുണ്ട്, വലിയൊരു തെങ്ങ്. അതൊക്കെ മുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തത്. അവിടെ വെറൈറ്റി ടൈപ്പ് ഓഫ്, ഇതിൻ്റെ പേരെന്തായിരുന്നു അറിയത്തില്ല. ഒരു സാധനം, ഒരു ചെടി, പക്ഷെ കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് കുറച്ചുണ്ട്. അപ്പൂപ്പ അവിടെ നിന്ന് ഫോൺ കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ വൈറൽ സാധനം കറ്റാർവാഴ. ഇത് പനിക്കൂർക്ക. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. ഇത് ചേച്ചിയുടെ ഫേവറേറ്റ് സാധനം കറ്റാർവാഴ. ഇതിനൊക്കെ ഒരു കഥയുണ്ട് ഗൈസ്. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സംഭവം ഈ കറ്റാർവാഴ ഇവിടെ ഇത്ര ആവുന്നതിന് മുന്നേ അവിടെ ഒരു വീട് കാണും. ആ വീട് കണ്ടു. ആ വീട്ടിൽ വലിയ കറ്റാർവാഴയാണ്. അപ്പം എനിക്ക് ഈ കറ്റാർവാഴ പ്രാന്തുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുന്ന ഈ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ വലിയ കറ്റാർവാഴയുണ്ട്, നമുക്ക് അവിടെ പോയി എടുക്കാം. അങ്ങനെ ഞാനും ഇവിടും അന്ന് ആ വീട്ടിൽ ആരും താമസമില്ല. ദീസ് അവരെവിടെ പോയേക്കുമായിരുന്നു. ബാ, അപ്പോൾ താമസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ എന്ത് ചെയ്തു, ഒരു ദിവസം അങ്ങോട്ട് പോയി അവിടെ ഞാൻ നോക്കിയപ്പം ഇപ്പോൾ ഈ ഇരിക്കുന്ന കറ്റാർവാഴ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ മമ്മി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് ഒരു പിച്ചാത്തി എടുത്ത് കറ്റാർവാഴ മുറിച്ചു. പിച്ചാത്തി ഇല്ലായിരുന്നു അവിടെ, ഒപ്പിച്ചുകൊണ്ട് വന്നു ഗൈസ്. അവിടെ ഇരുന്നിട്ട് പിച്ചാത്തി എടുത്തോണ്ട് വന്നു. ചേച്ചി മുറിച്ചോ ചേച്ചി എന്ന് പറഞ്ഞു ഒരെണ്ണം മുറിക്കാൻ പോയ ചേച്ചി ഇങ്ങോട്ട് വന്നത് കൈ നിറച്ച് കറ്റാർവാഴയും കൊണ്ടാണ്. എനിക്ക് കറ്റാർവാഴ പ്രാന്താണ്. കാര്യം എനിക്ക് അത്യാവശ്യം ഹെയർ ട്രീറ്റ്മെൻ്റ് അല്ല, ഹെയർ കെയർ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഈ കറ്റാർവാഴ, അതേപോലെ നമ്മൾ ഈ തലമുടി സംരക്ഷണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് കിട്ടിയാലും ഞാൻ വാരിക്കൊരു യൂസ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് കറ്റാർവാഴ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവന്നു. ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു, ഒരെണ്ണം ഞാൻ അങ്ങ് കൊണ്ടുപോയി, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ കൊണ്ടുപോയത് പൊടിച്ചില്ല, ഇവിടെ കൊണ്ടുവന്ന് പൊടിച്ചു. അപ്പോൾ ഇല്ല, കലഞ്ഞൂരും കൊണ്ടുപോയി, അവിടെ നിന്ന് പൊടിച്ചു. ഞാൻ കൊണ്ടുവന്ന് മാത്രം പൊടിച്ചില്ല. അപ്പോൾ ആ നിൽക്കുന്നതാണ് ഇതായി നേരന്ന് നിൽക്കുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് ഓരോ മൂടി എടുത്തുകൊണ്ട് പോകും. അവിടെ ചെന്ന് പൊടിക്കത്തില്ല. പൊടിക്കത്തില്ല, മണ്ണിൻ്റെ പ്രശ്നമായിരിക്കും, ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റോറി. ഇനി നമുക്ക് വേറെ കഥയിലോട്ട് പോകാം. അമ്മയുടെ ബൊഗെയിൻവില്ല കളക്ഷൻസ്. പല ടൈപ്പ് ഓഫ് ബൊഗെയിൻവില്ല കണ്ടോ. വെയിൽ കാരണം അധികം ക്ലിയർ അല്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഓറഞ്ചും റോസ് വൈറ്റ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളത്. ഇത് അമ്മ റീസെൻ്റായിട്ട് മേടിച്ചൊരു ബൊഗെയിൻവില്ല കേട്ടോ. കണ്ടോ അതിൻ്റെ സ്പെഷ്യലായിട്ട് കണ്ടു. വൈറ്റ് ഉണ്ട് നേടി കണ്ടോ. ഇത് ബാക്കിയുള്ള ബൊഗെയിൻവില്ല അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ട്, ഷേപ്പ് തന്നെ മാറ്റമുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല വൈറ്റ് ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള പിങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വേറൊരെണ്ണമുണ്ട്, ലൈറ്റ് ആയിട്ട്. പിന്നെ അവിടെ അതൊന്നും പൊടിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കുറേ ചെടികളുണ്ട്. വെറൈറ്റി ആയിട്ട് ആർക്ക് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പല ടൈപ്പുണ്ട്. ഒരെണ്ണത്തിൻ്റെ കുറേ പുതിയ പുതിയ ടൈപ്പുകളുണ്ട്, എനിക്ക് പേരറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കുറേ ഒന്നും പൂത്തിട്ടില്ല, വെയിലായതുകൊണ്ടായിരിക്കും. ഉണ്ട് ഇത് കണ്ടോ, ഓറഞ്ചുണ്ട്, റോസുണ്ട്. മെയിനായിട്ട് ഓറഞ്ചും റോസൊക്കെ അവിടെ കൂടുതലുള്ളത്. പിന്നെ കറിയിട്ടത് ഇതൊരു പുതിയ ടൈപ്പാട്ടോ. ഇത് ഇതുവരെ പൊടിച്ചിട്ടില്ല. അപ്പോൾ ഏത് കളർ വരുമെന്നൊന്നും അറിയത്തില്ല. മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി കളറായിരിക്കാം. ഓക്കെ, പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും. കരിയേപ്പില. ഇത് നമ്മളെ ഇതെന്ന് പറയുന്നത് കല്യാണ സുഗന്ധികം. പൂത്തിട്ടില്ല കേട്ടോ.
പൂത്തിട്ടില്ല. പൂക്കുമ്പോൾ നല്ല അടിപൊളി മണമാണ്. ഇതൊക്കെ ഫുള്ള് മണമാണ്. ഇത് നമ്മുടെ ഓർക്കിഡ് കളക്ഷനാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ ചെടികളുണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എന്നാൽ ഞങ്ങളിങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ, എനിക്ക് പേരറിയത്തില്ല. ഇത് കാണുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിത് അറിയത്തില്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, കുഞ്ഞു തെറ്റി. ഇത് രാത്രി പൂക്കുന്നത്, ഇപ്പോൾ പോവില്ല, രാത്രി മാത്രമേ പൂക്കുള്ളൂ. മൊട്ട് വരും, മൊട്ട് വന്നിട്ട് രാത്രി പൂക്കും, നല്ല മണമാണ്. രാത്രി പറ്റുമെങ്കിൽ ഞങ്ങളിന്ന് ഇവിടെ കാണത്തില്ല. ആ അങ്ങോട്ട് ഫോട്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അമ്മ ഓടി ഗൈസ്. ഫോട്ടോ നമുക്ക് പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഫോട്ടോസ് കാരണം അമ്മ ഒറ്റയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നതുകൊണ്ട് കാണും. അപ്പോൾ രാത്രി പറ്റുമെങ്കിൽ, ഇന്നിനി പറ്റത്തില്ല, ഇനി അടുത്ത തവണ നമ്മൾ പറ്റുവാണെങ്കിൽ എടുക്കാം. ഇപ്പം മൊട്ടുമില്ല ഗൈസ്. അതാണ് നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ടൂർ എന്ന് പറയുന്നത്. മാക്സിമം എല്ലാം കാണിക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങൾക്ക് അറിയാവുന്ന ചെടികളുടെ പേരൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിൻ്റെ പേരൊക്കെ അറിയുന്നത് എന്നിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.